അല്ല മൈക്ക് ഓക്കെയാണ് സാർ. ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്താണ് സത്യം മാത്രം. ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. പരാതി മന്ത്രിക്ക് വന്ന പരാതിയല്ലേ? മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞു. വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ വ്യക്തത വ്യക്തം. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതോണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ്. ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത്, ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല. പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എടുത്തു തരാലോ, എടുത്തു തരാലോ. കാണാം, കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഒരു പരാതി ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. എന്റെ PA അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ആര് തന്ന പരാതിയാണ്? നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത്? പരാതിക്കാരന് പരാതിയും പൈസയും വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം. പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട്. അതല്ല, ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നടപടി നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാരും റൗണ്ട് ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം.